കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറയുന്നുണ്ടായിരുന്നു. അവിടെ രണ്ട് മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു പറഞ്ഞില്ലേ. ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ. ഇപ്പോൾ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലായിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ രണ്ടു കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ, ഇവർ കയ്യേറ്റക്കാരാ അല്ലേ. പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷെ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. അതിൻ്റെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപരമായ പ്രശ്നങ്ങളാണ്. മനസ്സിലായ? വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് പോലും തീരുമാനം, വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനം പോലും വഖഫ് ബോർഡ് പോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. അറിയാലോ എന്തായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ. ഇവരെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഘപരിവാറിൻ്റെ അതേ അജണ്ട അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെൻറ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അല്ലല്ല, അതെല്ലാം പരിശോധിക്കും. അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്, പരിശോധിക്കും. അത് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടറെ നിയമിക്കും. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല അന്വേഷിക്കും. ഏതാണ്? ഇല്ല, കഴിഞ്ഞ തീരുമാനം എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു പോളിസിയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകണല്ലോ. നമ്മൾ ഭൂമി പ്രശ്നങ്ങളിൽ ഒക്കെയുള്ള നമ്മൾ തന്നെ നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ലാൻഡ് റീഫോംസ് ആക്ട് എല്ലാം നമ്മൾ അമെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വലിയ മേജറായിട്ടുള്ള അമെൻമെൻറ്റ്സ് വരുവാണ്. ഭൂനിയമങ്ങളിൽ വലിയ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇടുക്കിയിലൊക്കെ വലിയ ഗൗരവമേറിയ ഭൂപ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ ഭൂനിയമങ്ങളിൽ ഞങ്ങൾ നന്നായി സ്റ്റഡി ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. നെല്ല് സംഭരണത്തിൻ്റെ ഇപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ യോഗം കൂടി അവരുടെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് പരിഗണിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും ഇത് എല്ലായിടത്തും നടക്കുന്നതാണല്ലോ. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നടപടി സ്വീകരിക്കും. അല്ലല്ല, അതൊക്കെ വരട്ടെ. ഇപ്പം എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുത്താണ്. ജൂൺ 15 തുടങ്ങും, അതിനു മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ടെൻഷനായ
എല്ലാത്തിനും ഇപ്പം ഇന്ന് ഉത്തരം പറഞ്ഞാൽ അതൊക്കെ പരിശോധിക്കാം. വരട്ടെ, എന്തെല്ലാം കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ പരിശോധിക്കുക. ഒന്ന് ഇരുന്നല്ലേ ഉള്ളു, ഒന്ന് ചാരി പോലും ഇരുന്നിട്ടില്ല. അതിനു മുമ്പ് അതൊക്കെ ധനകാര്യ വകുപ്പ് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നികുതി വെട്ടിപ്പിനെയൊക്കെ കർശനമായി നേരിടും. നികുതി സർക്കാർ തരേണ്ട നികുതി ആരെങ്കിലും തരാതിരുന്ന ആരായാലും അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കർശനമായ നടപടികൾ സ്വീകരിക്കും. Munambam, now the Waqf board, which was under the last government, previous government, they have taken a decision to register that Munambam controversial land in the Waqf portal. That means the previous government was arguing that it was a Waqf land. But all the ministers in the last government, they went to Munambam and they offered the agitators, those who were agitating there, they offered them that you would not be evicted from that place. But unfortunately, the Sangha Parivar has been planning to make a divide between two religions. The previous government's action was indirect. Now it is very clear that they also acted very directly. They were also implementing the same Sangha Parivar agenda to make a split between two religions. We will legally fight. We have taken a decision that these victims will not be evicted from their places. They will be protected and they will get their land. We will fight for that till the end. That is our decision when we were in opposition. We are continuing with that decision. We will protect. You had personally said that if we come to power, within 10 minutes this issue would be resolved. Do you think that? That is why they have now taken a decision. It should not be solved within 10 minutes. That is why they registered in the portal of Waqf land. Our previous government's stand is very clear now. They are saying that this is Waqf land. If it is Waqf land, all these poor victims will be the encroachers. That is their position. We will solve it. Definitely we will examine and we will do necessary actions. Okay? as far as Ratan Kelkar's appointment, there have been several allegations. Pardon? Ratan Kelkar's appointment, several allegations and criticisms by the Congress and BJP. What is the allegation? He was a chief electoral officer here. Now the election is completed. He has to come back to the state service after the work of chief electoral officer. He should be retired. What you are saying? The retirement, voluntary retirement after the job of chief electoral officer? No. He has to come back to the service. He came back to the service. He is a very good officer, very efficient officer. And I am looking after this finance also. He was the former expenditure secretary and GST commissioner. I need him. So I appointed him in my office. What is the irregularity? What is the violation of the rules of procedure? Nothing happened. In Bengal, the Congress, CPM and Trinamool Congress made allegation against the chief electoral officer that he manipulated the electoral roll, that he deleted huge number of voters from the electoral roll. There was no such allegation in Kerala against the chief electoral officer by BJP. No allegation. CPM, they have not made any allegation. Then why it is a controversy? Nothing. He has to come back to the All India service and the state cadre. He is working with us. He is the part of the government. All officers are part of the government. He has to work as a part of the office.
He is the person behind our victory. See, the CPM is saying that we got 102 seats out of 140 seats. He is the person behind that. Then why Ratan Kelkar was proposed by the previous government? They submitted the panel to the Chief Election Commissioner. His name was in the panel. That is why the Election Commissioner appointed him as the Chief Electoral Officer. Then what is the irregularity? Nothing. No violation of rules of procedure, nothing. Now his job is completed. He has to come back. That is happening here. Okay.